യേശുവേ ആരാധന. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ ആർക്കാണ് ജന്മം നൽകുന്നത്? ചോദ്യം 2: നിന്റെ മക്കളെ നീ ആർക്കാണ് സമർപ്പിക്കുന്നത്? ചോദ്യം 3: നിന്റെ മക്കളെ നീ ആരായിട്ടാണ് വളർത്തുന്നത്? 3 ചോദ്യങ്ങളുടെയും പശ്ചാത്തലം ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്യമിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ മാതാപിതാക്കൾക്ക് കിട്ടിയ ഭാഗ്യം ദൈവകുമാരന്റെ അമ്മയാകാനുള്ളവൾക്ക്, അമലോത്ഭവയായവൾക്ക് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ചു. പാപത്തിന്റെ കറയില്ലാത്തവൾക്ക് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ മാതാപിതാക്കൾ. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നിനക്കുള്ള ഭാഗ്യം എന്താ? നീ എങ്ങനെയുള്ള മക്കൾക്കാണ് ജന്മം നൽകുന്നത്? നീ ആർക്കാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. നീ ആർക്കാണ് ജന്മം നൽകുന്നത്? ഏത് ദൗത്യമുള്ള മക്കൾക്കാണ്? പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗരാജ്യത്തിന്റെ ദൗത്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും ഒരു സ്വർഗത്തിന്റെ ദൗത്യമുണ്ട്. അതാണ് എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്: നമ്മൾ ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള നന്മ പ്രവർത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ മെനയപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 2-ാമത്തെ ചോദ്യം: നീ ആർക്കാണ് ജന്മം നൽകുന്നതൊന്ന്. 2-ാമത്തെ ചോദ്യം: നിന്റെ മക്കളെ നീ ആർക്കാണ് സമർപ്പിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറഞ്ഞു: ഈ കുഞ്ഞ് ദൈവത്തിന് വേണ്ടി വളരാനുള്ള കുഞ്ഞാണ്, സ്വർഗരാജ്യത്തിന് വേണ്ടി വളരാനുള്ള കുഞ്ഞാണ്, ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരാനുള്ള കുഞ്ഞാണ്, ദേവാലയത്തിൽ വളരാനുള്ള കുഞ്ഞാണ്. നമ്മുടെ മക്കളെ നമ്മൾ എവിടെയാണ്, ആരുടെ കാൽ കീഴിലാണ്, ഏതാലയത്തിലാണ് സമർപ്പിക്കുന്നത് എന്നാണ് 2-ാമത്തെ ചോദ്യം. ചോദ്യത്തിന്റെ ഒരു അഡീഷണൽ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ സമർപ്പിച്ചത് എവിടെയാണെങ്കിലും ഇപ്പോൾ അവരെവിടെയാണ് എന്നുള്ളതാണ് ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 3-ാമതായി, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ 2-ാമത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തി പറയാണ്, മക്കളെയൊക്കെ നമ്മൾ ദേവാലയത്തിൽ സമർപ്പിച്ചതാണ്, അതിൽ സംശയമില്ല. പക്ഷെ ഇപ്പോൾ അവരെവിടെയാണ് എന്നുള്ളതാണ് 3-ാമതായി. എന്തായിരുന്നു 3-ാമത്തെ ചോദ്യം? എവിടെയാണ്, നിന്റെ മക്കളെ നീ ആരായിട്ടാണ് വളർത്തുന്നത്? അന്നയും ജോവാക്യമും പരിശുദ്ധ അമ്മയെ വളർത്തി വലുതാക്കിയത്. അവൾ ഏത് ദൗത്യത്തിന് വേണ്ടിയാണോ പിറന്നത്, ആ ദൗത്യത്തിന് വേണ്ടി ഒരുക്കി അവളെ വളർത്തി. ദൈവചിന്തയിൽ വളർത്തി, വചനചിന്തയിൽ വളർത്തി, ദൈവാശ്രയ ബോധത്തിൽ വളർത്തി, ദൈവീക മൂല്യങ്ങളിൽ വളർത്തി, ദൈവീക പുണ്യങ്ങളിൽ വളർത്തി. അതുകൊണ്ടാണ് അമ്മയുടെ അടുത്തേക്ക് മാലാഖ വന്ന് പറഞ്ഞപ്പോൾ, വിവാഹം കഴിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് മാലാഖ വന്നപ്പോൾ അവൾക്ക് പറയാൻ കഴിഞ്ഞത്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഈ മകളെ വളർത്തി ഈ മാതാപിതാക്കൾ. നമ്മുടെ മക്കൾ ഇതുപോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന മക്കളായി വളരുന്നുണ്ടോ? നമ്മൾ വളർത്തുന്നുണ്ടോ? അങ്ങനെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിൽ ധ്യാനിക്കാൻ കണ്ണുകളടക്കാം.
കുടുംബജീവിതം നയിക്കുന്നവർ വിശുദ്ധ അന്നയുടെയും ജവാക്യമിൻ്റെയും മാധ്യസ്ഥം പ്രത്യേകമെന്ന് യാചിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് അനുതപിക്കാം. ഇരുകരങ്ങളും ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ